മിസ്റ്റർ സി എം എന്നത് മോശം പരാമർശമല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. സർക്കാർ എഴുതി തരുന്നത് പ്രസംഗിക്കാനല്ല പ്രതിപക്ഷം. അക്രമം വർദ്ധിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയെ കുറ്റം പറയുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെയാണ് ക്ഷോഭിച്ച മുഖ്യമന്ത്രി. അടിയന്തര പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പരാമർശത്തിലാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനായത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും വൃദ്ധ, ഈ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ച ഒരു അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച ആരംഭിച്ച സമയത്താണ് ഇതുപോലെയുള്ള വാക്പോര് ഉണ്ടായത്. അതായത് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമായാണ് ഇന്ന് പ്രതിപക്ഷം സഭയിലെത്തിയത്. സഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച നടത്തിയത് ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്ന അക്രമത്തെക്കുറിച്ചാണ്. ഇത് വലിയ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇതിന് അംഗീകാരം നൽകിക്കൊണ്ട് തന്നെ ചർച്ച 12 മണിക്ക് ആരംഭിച്ചിരുന്നു. പ്രതിപക്ഷത്തിനോടൊപ്പം തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ഭരണപക്ഷവും സമ്മതിച്ചിരുന്നു. എന്നാൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും കഴിഞ്ഞ 9 വർഷമായി ലഹരിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട പദ്ധതിയായി മാറിയതാണ്. പുതിയ എക്സൈസ് നയം വരുന്നുവെന്ന് പറഞ്ഞു. ലഹരിയെ തടയാൻ നമ്മൾ അത് അനുവദിക്കരുതെന്നടക്കം ചൂണ്ടിക്കാട്ടുന്നു. അതിനുശേഷം ഇടയ്ക്ക് ഓരോ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. എന്നാൽ അതിനെ മുഖ്യമന്ത്രി ചോദിപ്പിച്ചെങ്കിലും മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് TP മതമടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയായത്. അതായത് പ്രതിപക്ഷം രാഷ്ട്രീയമായ ഒരു നിലപാടെടുക്കുന്നു, ഈ ചർച്ച ചെയ്യേണ്ട വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അതുകൊണ്ട് അത് ചീഫ് മിനിസ്റ്റർ എന്ന് ചൂണ്ടിക്കാട്ടി ചൊടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്ന് ചെന്നിത്തല പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ഉത്തരം പറയണോ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതായത് ഓരോ ചോദ്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല, ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമായിരുന്നില്ല എന്നാണ്. എന്നാൽ വി.ഡി. സതീശൻ ഇതിനെ പ്രതിരോധിക്കുന്ന സാഹചര്യമുണ്ടായി. സമഗ്രമായ കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. അക്രമം വർദ്ധിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കുറ്റം പറയും, അല്ലാതെ എഴുതിത്തരും പോലെ പറയാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിയോട് ചൂണ്ടിക്കാട്ടി. അനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. അങ്ങനെ വാക്പോരുകൾ തുടങ്ങിയിരുന്നു. റാഗിങ്ങിനെ അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. SFI അടക്കം വിമർശിച്ചു. റാഗിങ് അടക്കമുള്ള കാര്യങ്ങൾ, ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാത്തിനും സർക്കാർ നോക്കി നോക്കുകയാണെന്നുള്ളൊരു ഒരു വിഷയമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. മയക്കുമരുന്ന് മാഫിയകളെ പോലും പോലീസിന് ഭയമാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഉയർന്നിരുന്നു. ചെറിയ മീനുകളെ മാത്രമാണ് പിടികൂടുന്നത്, ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല. സർക്കാർ ഇതിന് നിലപാടെടുക്കണം. ചർച്ച ചെയ്ത് ഒതുങ്ങി തീർക്കാനല്ല, ഇത് ചർച്ചയ്ക്ക് ശേഷം നടപടി എടുക്കേണ്ടതാണ് വളരെ പ്രാധാന്യമെന്നും വലിയ റോജി എം ജോൺ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അടിയന്തര പ്രമേയത്തിലുള്ള ചർച്ച നടക്കുമ്പോൾ പോലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം, അതോടൊപ്പം ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന അക്രമവും പരിഹരിക്കാനായി സർക്കാർ ഒരു നിലപാടെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. മുൻപും ഇതുപോലെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചർച്ചകൾക്ക് ശേഷം പിരിയുന്നതല്ലാതെ ഈ ചർച്ചകൾക്ക് ശേഷം ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ ആരോപണങ്ങൾ വിലവെച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷം പറയുന്നത് ഇനി സർക്കാർ നടപടിയെടുക്കണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളും നടപടിയിലുമാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലാതെ ചർച്ച ചെയ്ത് മാത്രം ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കരുത് എന്നും പറയുന്നുണ്ട്. ശരി വിഷ്ണു.